ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൈവങ്ങളോട് പറയുന്നു, കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്റെ ജീവിതത്തിൽ പ്രളയമായിരുന്നോ? കഴിഞ്ഞ ഒരു വർഷക്കാലം നിന്റെ ജീവിതത്തിൽ നഷ്ടമായിരുന്നോ? പ്രശ്നമായിരുന്നോ? ഹല്ലേലൂയ, നീ നേടിയതൊക്കെ പോയതാണോ? സാരമില്ല. 2010 നോഹിയോട് നിയമം ചെയ്ത ദൈവം ഇന്ന് വരെക്കാലം നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ ഹല്ലേലൂയ സഹായിക്കാം. അവൻ നിന്നോട് നിയമം ചെയ്യും. വേഗത്തിൽ അടുത്ത ഭാഗത്തേക്ക് കടന്നു പോകട്ടെ. എസ്കേൽ പ്രവചനം 29:16-17. Book of Ezekiel chapter 29 verse 16 and 17. ഇസ്രായേൽ ഗൃഹം തിരിഞ്ഞവരെ നോക്കുമ്പോൾ അതിനി അവരുടെ അകൃത്യം ഓർപ്പിക്കുന്നതായ ഒരു ശർമ്മമായിരിക്കില്ല. ഞാൻ യഹോവയായ കർത്താവ് എന്നവർ അറിയും. ഞാൻ യഹോവയായ കർത്താവ് എന്നറിയും. വായിച്ചാട്ടെ. 27-ാം ആണ്ട് 1-ാം മാസം 1-ാം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായെന്നാൽ മതി. ഞാൻ യഹോവയായ കർത്താവ് എന്നറിയും. എന്നിട്ട് അവൻ 1-ാം മാസം 1-ാം തീയതി എന്ത് ചെയ്തു? ജനത്തോട് അരുളപ്പാട് അറിയിച്ചു. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. 2009 പലരും നിന്റെ മേൽ സംസാരിച്ചു, നിനക്കെതിരെ സംസാരിച്ചു, നിനക്കെതിരെ രേഖ എഴുതി, നിന്നെ തുരത്തി ഓടിക്കുവാൻ നോക്കി, നിന്നെ കഷ്ടപ്പെടുത്തുവാൻ ശ്രമിച്ചു, നിന്റെ പേര് സ്ഥാപനത്തിൽ നിന്നും വെട്ടിക്കളയാൻ ശ്രമിച്ചു, നിന്റെ വീസ കട്ട് ചെയ്ത് നിന്റെ നാട്ടിലേക്ക് അയക്കാൻ നോക്കി, നിനക്കെതിരെ പിറുപിറുത്തു. എന്നാൽ ദൈവത്തിന്റെ വചനം പ്രവാചകനിലൂടെ ഇന്ന് വരെക്കാലം നിന്നോട് പറയുന്നു, ഞാൻ അവർക്കെതിരെ പ്രവർത്തിക്കും. എന്നിട്ട് നീ അറിയും ഞാൻ യഹോവയാണെന്ന്. കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുവരെക്കാലം ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി ദൈവജനത്തോട് പറയുന്നു, നീ തിരിച്ചറിയാൻ പോകുന്ന ദിവസങ്ങളാ ഞാൻ ആരാണ്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നറിയി ചെയ്ത ദൈവം ഇതുവരെക്കാലം എന്നോടും നിന്നോടും പറയുന്നു, നീ ചുറ്റുമുള്ളവരെ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഭാരപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെക്കാളും നന്നായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞ് ഹല്ലേലൂയ അവർ നിന്നെ പരിഹസിക്കുമ്പോൾ ഒരുപക്ഷെ നീ വിചാരിക്കും, ഇല്ല എന്റെ കാര്യം നടക്കത്തില്ല, ഓ ഞാനിവിടെ നിന്ന് എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നീ പേടിക്കണ്ട. ഹല്ലേലൂയ, സ്തോത്രം. വർഷത്തിന്റെ അവസാനത്തിൽ ഒരുപക്ഷെ സംഭവിച്ചു, പക്ഷെ വർഷത്തിന്റെ ആരംഭത്തിൽ ആദ്യ ദിവസം തന്നെ ദൈവത്തിന്റെ അരുളപ്പാട് ഞാൻ യഹോവയാകുന്നുവെന്ന് ജനത്തെ തിരിച്ചറിയിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ യഹോവയാകുന്നുവെന്ന് നിന്റെ ശത്രു അറിയുന്ന ദിവസമാണ്. ഞാൻ ആരാണെന്ന് നിന്റെ ശത്രുവിനെ ദൈവം കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ്. ഈ ദിവസങ്ങളിൽ നീ അറിയാൻ പോകുന്നത് ശത്രു ആരാണെന്നല്ല, ഈ ദിവസങ്ങളിൽ നീ അറിയാൻ പോകുന്നത് ശത്രുവിന്റെ ബലമല്ല, പിന്നെയോ എന്റെ ദൈവത്തിന്റെ ബലമാ. എന്റെ ദൈവം ആരാണെന്നാണ് നീ അറിയാൻ പോകുന്നത്. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. അതിനുശേഷം നെബൂഖദ്നേസർ ദാനിയേലിനെ സിംഹക്കുഴിയിലിടുവാൻ ശക്തന് നല്ല ജനം ഗ്രഹിച്ചത്. പിന്നെയോ സിംഹക്കുഴിയിലേക്ക് ഇറങ്ങി ചെന്ന് സിംഹത്തിന്റെ ബലത്തെ കടത്തി വിടുവിച്ചൊരു ദൈവത്തെയാണ് ജനം അറിഞ്ഞത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് നിന്നോട് പറയുന്നു, ശത്രുവിന്റെ ബലത്തെയല്ല നീ കാണേണ്ടത്. ശത്രുവിനെ കണ്ട് നീ പിന്തിരിഞ്ഞു പോകാനുള്ളവനല്ല, ശത്രുവിന്റെ മുമ്പിൽ നീ താടിയാകാനുള്ളവനല്ല. നീ 2009 നിനക്കുള്ള നന്മയെ അവൻ അടച്ചു കളഞ്ഞു. ഹല്ലേലൂയ, നിനക്കുള്ള പലതിനെയും അവൻ അപകരിച്ചു. വെട്ടിക്കളിൽ തുണലും നീ ഉണ്ടാക്കിയ പലതിനെയും തിന്നുകളഞ്ഞു. എന്നാൽ സംഭവിച്ചത്തെ മടക്കി തരാം എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവ് ഇന്ന് മുതൽക്കാലം എന്നോട് നിന്നോട് വിളിച്ചു പറയുന്നു, അവൻ നിനക്ക് മടക്കി തരും, അവൻ നിനക്ക് മറുപടി തരും. ഞാൻ ആരാണെന്ന് എന്നാൽ അവൻ നിനക്ക് കാണിച്ചു തരും. വിശ്വസിക്കാമോ? ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. ഹല്ലേലൂയ, നീ 1-ാം മാസം 1-ാം തീയതി അത് ഈ വർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നീ ചില ഡിസിഷൻ എടുക്കാം. വെറുതെ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാനുള്ളവനല്ല നീ. ഹല്ലേലൂയ, ഇവരെക്കാലം നീ ദൈവത്തോട് പറ, കർത്താവേ ഞാനൊന്ന് മടങ്ങി വരാം. സ്തോത്രം. അതെ, ഹല്ലേലൂയ, എനിക്ക് വ്യക്തമായ ഒരു മനസ്സാന്തരം ആവശ്യമാണ്, എനിക്ക് വ്യക്തമായ രൂപാന്തരം ആവശ്യമാണ്, രക്ഷയുടെ സന്തോഷം എനിക്ക് ആവശ്യമാണ്. ആ മലയിലുമല്ല ഈ മലയിലുമല്ല. ഓ സത്യ നമസ്കാരികൾ അവരെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നു. രക്ഷയ്ക്കായി നീ പലയിടങ്ങളിൽ ഓടിയിട്ടുണ്ട്. നീ ഇപ്പോഴും അറിഞ്ഞു അറിയാതെയും ഒളിച്ചും പാർത്തും പലർത്തും മുട്ടിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, വലിച്ചായി യഥാർത്ഥ രക്ഷ ആരെന്ന് നീ കാണ്. യഥാർത്ഥ രക്ഷയിലേക്ക് നീ മടങ്ങുക. ഹല്ലേലൂയ, സ്തോത്രം. രക്ഷയ്ക്ക് ഷോർട്ട് കട്ടില്ല, രക്ഷയ്ക്ക് എളുപ്പവഴിയില്ല, രക്ഷ കുറുക്കുവഴിയുള്ളതല്ല. രക്ഷയ്ക്ക് ഒരേവരവൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പാപപരിഹാരമുള്ളൂ. പാപപരിഹാരം
പ്രാപിച്ച ദൈവത്തിന്റെ ജനമേ, ഹല്ലേലൂയ, നീ എങ്ങനെ ജീവിക്കാനുള്ളവനല്ല. ഓ ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം ചില ഗൈഡ് ലൈൻസ് നിന്നോട് പറയുന്നു. ഓ, നീ ഓരോ ദിവസവും ശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണം. ഓരോ വർഷത്തിലും ആരംഭത്തിലും നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റ് ഹല്ലേലൂയ അനവധിയാകത്താവേ, എന്നോട് ക്ഷമിക്കണമേ, നീ ഏറ്റുപറയണം. നീ കൈപ്പോടെ നിലവിളിക്കണം. നീ മടങ്ങി വരണം. നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. പാപം കാണുമ്പോൾ നീ അതിൽ നിന്ന് മാറി നിൽക്കണം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah. 1-ാം മാസം 1-ാം തീയതി വേർപാടിന്റെ ദിവസമാണ്. ഇത് ദൈവസഭകളിൽ വേർപാട് കുറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഇസ്രായേലിൽ മിസ്രയീമിനോട് ഇടകലരുന്ന ഒരു കാലഘട്ടമാണിത്. നിന്റെ ഒരു കാലം നിന്നെ തന്നെ ഒന്ന് തുലനം ചെയ്യ്. നീ ജാതിയല്ല, നീ ജാതികളോട് ഇടകലരുള്ളവനല്ല. ഹല്ലേലൂയ. നീ നിന്റെ വാക്കിനെ സൂക്ഷിക്കണം. നിന്റെ നടപ്പിനെ സൂക്ഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, വേർപാടോടെ വിശുദ്ധിയോടെ ജീവിക്കേണ്ടവരാണ് നമ്മൾ. എങ്ങനെ ജീവിക്കാനുള്ള ലൈസൻസ് ദൈവജനം നമുക്ക് തരുന്നില്ല. അതിന് ശിക്ഷയാണ് തരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാലം അവൻ നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് നിന്നെ വിടുവിപ്പാൻ പദ്ധതിയുണ്ട്. പക്ഷേ നീ മിസ്രയീമിൽ നിൽക്കുന്നിടത്തോളം കാലം, നീ വേർപെടാത്തിടത്തോളം കാലം ഹല്ലേലൂയ എനിക്ക് പറ്റത്തില്ല. നീ വേർപെട്ടാൽ മാത്രം പോരാ, നീ മാറി നിന്നാൽ പിന്നെയും അവൻ തിരിഞ്ഞു വന്ന് നിന്നെ വശീകരിച്ച് മടക്കി കൊണ്ടുപോകും. അതുകൊണ്ട് എന്നേക്കുമായി അവിടെ ഒരു മടങ്ങി വരും ആവശ്യമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാബേലിൽ നിന്ന് നിൽക്കുമ്പോൾ അല്പം മാറി നിന്നാൽ പിന്നെയും വശീകരിക്കാനുള്ള ചാൻസ് കുറവാ. അവിടെ ബാബേലിൽ നിന്ന് ഒരു മടങ്ങി വരാൻ ആവശ്യമാണ്. ഓരോ ജീവിതങ്ങളും തങ്ങളെ തന്നെ ഒന്ന് നോക്കട്ടെ. ഞാൻ എവിടെ നിന്നൊക്കെയാ മടങ്ങി വരേണ്ടത്? ഞാൻ എവിടെ നിന്നൊക്കെയാ മടങ്ങി വരണം? എന്തിനെയൊക്കെ ഞാൻ വേർപെടേണ്ടത്? ഹല്ലേലൂയ. പാപത്തിന്റെ ആവേശമുള്ള സ്വാധീനമുള്ള എന്തെങ്കിലും നിന്നിലുണ്ടെങ്കിൽ സ്തോത്രം. ഓ, നിന്റെ വിശ്വാസത്തെ കെടുത്തുന്ന എന്തെങ്കിലും നീയുമായിട്ടുള്ള ബന്ധത്തിലുണ്ടെങ്കിൽ, നിന്റെ സുഹൃത്തുണ്ടെങ്കിൽ, ഓ നിന്റെ വിശ്വാസത്തിലുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവൽക്കാലം അതിലേക്ക് മാറ്റി ഒരു മടങ്ങി വരുന്ന ദൈവത്തിന്റെ മക്കളെ, അവൽക്കാലം നിന്നോട് പറയുന്നു, മടങ്ങി വരുന്ന ദൈവത്തിന്റെ ജനത്തോട് ദൈവത്തിന്റെ വാഗ്ദാനം ഞാൻ നിന്നോട് നിയമം ചെയ്യുന്നതാണ്. മടങ്ങി വരുന്ന ദൈവത്തിന്റെ ജനത്തോട്, വേദമെടുന്ന നോഹയും കുടുംബമേ, ഓ ബഹുഭൂരിപക്ഷം അവിടെയുള്ള കോടികൾ മുഴുവൻ ആളുകളും ഒന്നിച്ചു പറഞ്ഞു ഞങ്ങളില്ല. പക്ഷെ ഒരു നോഹയും കുടുംബവും അവര് വേർപെട്ടു നിന്നു, അവര് മാറി നിന്നു. അവരോട് ദൈവം ഒരു നിയമം ചെയ്യും. ഓ, നീ നിന്റെ മനുഷ്യ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ, ആ ഞാൻ മാത്രം എന്തിനാ മാറി നിൽക്കുന്നേ, ഞാൻ മാത്രം എന്തിനാ വേർപെടുന്നേ, ഞാൻ മാത്രം എന്തിനാ ഇവിടെ വിട്ട് പോന്നേ, ഓ ഞാൻ മാത്രം എന്തിനാ നിന്നെ ഉപേക്ഷിക്കുന്നേ എന്ന് നീ അടക്കം പറയുന്നുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്രമാണം ഹല്ലേലൂയ സകലത്തെ നശിപ്പിച്ചു, ഒരു നോഹയും കുടുംബത്തെ മാത്രം തൊട്ടില്ല. അവരോട് നിയമം ചെയ്തു. നീ ഭൂരിപക്ഷത്തെ കണ്ട് നീ ദൈവത്തെ മറക്കാനുള്ളവനല്ല. നീ ഭൂരിപക്ഷത്തെ കണ്ട് വേർപാട് വേണ്ട എന്ന് പറയാനുള്ളവനല്ല. നീ ഭൂരിപക്ഷത്തെ കണ്ട് പാപയിൽ ഉറച്ചു നിൽക്കാനുള്ളവനല്ല. ദൈവത്തിന്റെ ആത്മാവിന് ഒരു കാലം നിന്നോട് പറയുന്നു, സ്റ്റെപ്പ് ഫോർവേഡ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു, ജയമെടുക്കുന്നു. ഈ 2010 ചിലരെ ബാബേലിൽ നിന്നും എന്റെ കർത്താവ് വഴി നടത്തട്ടെ. രക്തത്താൽ ജയമെടുക്കുന്നു. ദൈവം നിന്നോട് നിയമം ചെയ്താൽ ഒരു വലിയ വാഗ്ദത്തമാണ്. ഞാൻ നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് കാണിക്കും. 1-ാം മാസം 1-ാം തീയതി ഹല്ലേലൂയ. ശത്രുക്കൾ കണ്ട് ലജ്ജിക്കുമാറ്, ശത്രുക്കൾ കണ്ട് വിശ്വസിക്കുമാറ് ദൈവത്തിന്റെ ജനത്തോട് ദൈവം ഒരു നിയമം ചെയ്തു. ഞാൻ ആരെന്ന് അറിയും. കണ്ണുകളൊക്കെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകളടച്ചാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവധി ശക്തമായി ഓരോ ഹൃദയത്തോട് ഇടപെട്ടു എന്ന് ഞാൻ വിശ്വാസക്കന്നാൽ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. രക്ഷയ്ക്കായി ഇന്ന് ഒരു കാലം കരഞ്ഞു പ്രാർത്ഥിക്കാം. ഒരു ശുദ്ധീകരണത്തിനായി കരഞ്ഞു പ്രാർത്ഥിക്കാം. ഒരു വേർപാടിനായി കരഞ്ഞു പ്രാർത്ഥിക്കാം. ഒരു മടങ്ങി വരവിനായി കരഞ്ഞു പ്രാർത്ഥിക്കാം. ഓ പ്രൈസ് ദി ലോർഡ്. കർത്താവേ, നിന്റെ നിയമം ഞാൻ അനുഷ്ഠിക്കുവാൻ, ഓ നിന്റെ വചനം അനുഷ്ഠിക്കുവാൻ ഞാൻ തയ്യാറെന്ന് നോഹ പറഞ്ഞതുപോലെ നമുക്ക് പറയാം. അങ്ങനെയെങ്കിൽ 1-ാം മാസം 1-ാം തീയതി ദൈവത്തിന്റെ കയ്യിൽ ഓ അവനെ കാണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവരെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ സമയം